ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ചിക്കൻ സ്വീറ്റ് കോൺ സൂപ്പിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന ഒരു സൂപ്പിൻ്റെ അതേ ടേസ്റ്റിനാണ് റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അതിനു മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ, അതല്ല നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പം നമുക്ക് സൂപ്പ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ കുറച്ച് വലിയൊരു പാത്രം എടുക്കണം കേട്ടോ. നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരളവിനെക്കാട്ടിലും കുറച്ച് കൂടുതൽ വലിപ്പമുള്ള ഒരു പാത്രം എടുക്കുക. എന്നിട്ട് അതിലോട്ട് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം. ചിക്കൻ്റെ സ്റ്റോക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 150 ഗ്രാം ചിക്കൻ, ഒരുപാട് ചേർക്കേണ്ട, കുറച്ച് മാത്രം മതി. ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഈ ചിക്കൻ്റെ സ്റ്റോക്ക് എടുക്കണം. ഒരു 15 മിനിറ്റോളം ഇത് കുക്ക് ചെയ്തിട്ട് അതിൻ്റെ സ്റ്റോക്ക് എടുക്കണം കേട്ടോ. അപ്പോൾ 1 ലിറ്റർ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു 150 ഗ്രാം 150 ഗ്രാം ചിക്കനൊക്കെ എടുക്കുകയാണെങ്കിൽ അതിലേക്ക് 1 ലിറ്റർ വെള്ളം ചേർത്താൽ മതി കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊരു 15 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ 15 മിനിറ്റ് കറക്റ്റായിരിക്കും കേട്ടോ. ആ ഒരു സമയം മാത്രം മതി. ശരിക്കും നമ്മൾ ടൈം വെച്ച് ചെയ്താൽ മതി, കറക്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ നമ്മുടെ ഇതൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് അടച്ച് വെക്കാം. ഇതൊന്ന് തിളച്ചിട്ട് ഒരു 15 മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള വെജിറ്റബിൾസൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ക്യാരറ്റ്, ഒരു വലിയ ക്യാരറ്റ്, ഒരു 5-6 ബീൻസ്, അതുപോലെ കുറച്ച് കോണ്. സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന കോണ് അങ്ങനെ പൊളിച്ചെടുത്തതാണ് കേട്ടോ. ഇത് നമുക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടും, ഫ്രോസൺ ആയിട്ടുള്ളതും വാങ്ങിക്കാൻ കിട്ടും. ഏതായാലും കുഴപ്പമില്ല, അധികം മൂക്കാത്തത് നോക്കിയിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് കുറച്ച് കോണ് ഒന്ന് അരച്ചെടുക്കണം. ഒരുപാടൊന്നും വേണ്ട, ഒരു കുറച്ചെടുത്തിട്ടൊന്ന് അരച്ചെടുക്കുക. കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്താൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടും കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഇതിൻ്റെ സ്റ്റോക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ 15 മിനിറ്റ് ആയപ്പോൾ. അപ്പോൾ നമുക്ക് ചിക്കൻ്റെ സ്റ്റോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ആ ചിക്കൻ അതിൽ നിന്ന് കോരി മാറ്റാം. എന്നിട്ട് നമ്മൾ ഇതേ വെള്ളത്തിൽ ഫ്ലെയിം ഓണാക്കിയിട്ട് ഇതേ വെള്ളത്തിലോട്ട് തന്നെ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഒരു വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ വെജിറ്റബിൾസിൻ്റെ അളവ് ഇത്രയൊന്നും എടുക്കണം എന്നില്ല കേട്ടോ. ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. കുറച്ച് മാത്രം എടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോഴേ കുട്ടികൾ വെജിറ്റബിൾസൊക്കെ കഴിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇനി ഒരു 5 മിനിറ്റ് നമ്മൾ തിളപ്പിക്കുമ്പോഴത്തേക്കും ആ ഒരു വെജിറ്റബിൾസ് കുറച്ചൊന്ന് കുക്കായി കിട്ടും. അപ്പോൾ അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഒരു കോണുണ്ടല്ലോ, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു വെജിറ്റബിൾസ് ഒരുപാട് കുക്കായി പോകുന്നു വേണ്ട കേട്ടോ. അതുപോലെ തന്നെ കുറച്ചൊന്ന് തിളപ്പിച്ചിട്ട് ഒരു ഹാഫ് കുക്കാവുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുത്തിട്ടുണ്ട് കുറച്ച്. അപ്പോൾ ഇത്രയൊന്നും വറ്റിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇനി നമ്മൾ നേരത്തെ കോരി വെച്ച ഒരു ചിക്കൻ്റെ എല്ലൊക്കെ റിമൂവ് ചെയ്തിട്ട് ഒന്ന് പിച്ചിയെടുത്തതിന് ശേഷം ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. അത് നമ്മുടെ എരിവും അതുപോലെ ഇതിൽ ഉപ്പിൻ്റെ അളവൊക്കെ നോക്കിയിട്ട് ആ ഒരു പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഓരോരുത്തരുടെയൊക്കെ സൂപ്പിൽ ഓരോരുത്തർക്ക് പല ഇഷ്ടങ്ങളല്ലേ, എരിവ് എത്ര വേണം എന്നുള്ളതൊക്കെ. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ കുറച്ച് കൂടുതലായിട്ട് വറ്റിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും വറ്റിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നല്ല ലൂസായിട്ടുള്ള സൂപ്പാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇത്രയൊന്നും വറ്റുന്നതിന് മുമ്പ് തന്നെ ഇതൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ വെള്ളത്തിൽ മിക്സ് ചെയ്തതാണ് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. കട്ട കുത്താൻ സമ്മതിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ കോൺഫ്ലവറൊക്കെ ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഇതിലോട്ട് 1 കോഴിമുട്ടയുടെ വെള്ള കൂടി ചേർത്ത് കൊടുക്കാം. ഈ കോഴിമുട്ടയുടെ വെള്ള ചേർക്കുന്നതോട് കൂടി തന്നെ നന്നായിട്ട് ഇളക്കണം കേട്ടോ. അതതിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ശരിക്കും നമുക്ക് ആ ഒരു സൂപ്പിൻ്റെ ആ ഒരു വൈറ്റ് കളർ അതിൽ വന്ന് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ശരിക്കും ഒറിജിനൽ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ ഇത് നല്ല ലൂസായിട്ടാവും ഉണ്ടാവുക. ആ ഒരു കോൺഫ്ലവറിൻ്റെ ആ ഒരു കൊഴുപ്പ് ഉണ്ടാവുമെങ്കിലും കുറച്ച് ലൂസായിട്ടായിരിക്കും. ഞാനിപ്പോൾ ഇത് കൂടുതൽ വറ്റിച്ചെടുത്തത് ഇവിടെ കുട്ടികൾ ആ ഒരു വെള്ളം പോലെ ആയിക്കഴിഞ്ഞാൽ ആ വെള്ളം അതിൽ വെച്ചിട്ട് ഇതിലെ ഈ ഒരു പീസുകൾ മാത്രം കഴിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചൊന്ന് ടൈറ്റായ രീതിയിൽ ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയും ടൈറ്റ് ആക്കേണ്ട കാര്യമില്ല. ഒറിജിനലായിട്ട് നമ്മൾ സൂപ്പ് ഉണ്ടാക്കുമ്പോൾ ഇതിലും കുറച്ച് ലൂസായിട്ടായിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ സമയം വെച്ചിട്ട് വറ്റിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ
ഫൈനലായിട്ട് ഇതിലോട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തിളപ്പിക്കണം എന്നൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ആ ചൂടിൽ കടന്നാൽ മതി. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ സ്വീറ്റ് കോൺ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയും അതുപോലെ നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് എല്ലാവരും കഴിച്ച് നോക്കുക, നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു സൂപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ. താങ്ക്